ഹായ്, ഇതൊരു ബോറിംഗ് വീഡിയോ ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് എടുക്കുന്നത്. ഇത്ര നാൾ കുറേ വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാനൊരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണ്. എന്നാണ് വിളിക്കുന്നേ? സോഷ്യൽ മീഡിയ അഡിക്റ്റ്. ഞാനൊരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണ്. എൻ്റെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഏകദേശം 7 മണിക്കൂറൊക്കെയാണ്. അത് കാരണം ഒരു ദിവസത്തിൻ്റെ 1/3 ഭാഗം ഞാൻ ഫോണിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാത്തത്. പക്ഷേ ഇനി മുതൽ നമ്മൾ ചറപറ വീഡിയോസ് വരുമായിരിക്കും അല്ലേ? ഇനി മുതൽ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ വരുന്നതായിരിക്കും. അപ്പം വ്ളോഗ് ഒക്കെ ആകുമ്പോഴേക്കും കുറച്ച് എനർജി ഒക്കെ വേണ്ടേ. അപ്പം ഞാൻ എൻ്റെ എനർജി മോഡൊന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പോവാ. ഇവിടെ തൊട്ടടാ, ഇവിടെ അപ്പൊ ഇന്ന് നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് പോവാണ്. കാരണം എന്താന്ന് വെച്ചാൽ മെൽവിനെ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. കാരണം എന്നെ തന്നെ അറിയത്തില്ല, പിന്നെ മെൽവിനാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പം അവന്റെ ഒരു വലിയ ജീവിതാഭിലാഷമായിരുന്നു മറൈൻ ഡ്രൈവിൽ പോകണമെന്ന്, അല്ലേ? അതെ അതെ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മറൈൻ ഡ്രൈവ് പോകുന്നത്. ഇവനൊരു ഊളയാണെങ്കിലും ഇവൻ എന്റെ അനിയനെ പോലെയാണ്, അല്ലടാ? അതെ, ഊളാൻ സമ്മതിക്കത്തില്ല. മഴയ്ക്ക് മുന്നേ മറൈൻ ഡ്രൈവിൽ എത്താന്ന്. നമ്മൾ പീസ്ഫുൾ പോസിറ്റീവ്നെസ്, ഹാപ്പിനെസ്, ഇതിന്റെ എല്ലാം പ്രതീകമായിരിക്കണം. നമ്മൾ തെറിയൊന്നും വിളിക്കാൻ പാടില്ല. ഈ ഡ്രസ് ഒന്ന് മാറ്റി പിടിക്കാം, ഈ അമ്മാവന്മാരെ പോലെ കളിക്കാതെ. അങ്ങനെ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നത്? മറൈൻ ഡ്രൈവ്. എന്റെ ജീവിത അഭിലാഷമല്ലായിരുന്നു. ഞങ്ങൾ നടക്കാൻ പറയാ. ബാക്കി നിവർന്ന് നിന്ന് കണ്ടോ? അവിടെ ഇതൊക്കെയുണ്ട്. അവിടെ എന്നാ ഉള്ളത്? ഇത് കൊക്കല്ലല്ലോ, പ്രാവ്. പട്ടിയുണ്ട്, പ്രാവുണ്ട്. കല്ലുണ്ടോ? കല്ല് ചെല്ല്, നീ അവിടെ ചെന്ന് ഓടി ചെല്ല്. ഞാൻ സ്ലോ മോഷൻ എടുക്കാം. പ്രാവിന്റെ പുറത്തെ ആളല്ലേ? മറൈൻ ഡ്രൈവ്. ഇതാണ് മറൈൻ ഡ്രൈവ്. ഇത് ഞാൻ വേണ്ട. ഇവന്റെ വേണം. അല്ല വേണ്ട, എന്റെ നോക്കണ്ട. വേണ്ട, ഇല്ല എനിക്ക് വേണ്ട. ഇല്ല വേണ്ട. കൈ കാണിക്കടാ. അമ്മ, ഇവന്റെ കല്യാണം എപ്പോ നടക്കുന്നത്? മെൽവിൻ. മോന് ജാതിഭേദമില്ല. വലിയവനെയും ചെറിയവനെയും ഒന്നുപോലെ മോൻ സ്നേഹിക്കും. കൂട്ടുകാരൊക്കെ നല്ലവരാണ്. ഇപ്പോൾ കൂടിയിരിക്കുന്ന കൂട്ടുകാരൊക്കെ നല്ലവരാണ്. ഞാൻ നല്ലതാണ്. പക്ഷെ ആദ്യകൊണ്ടുള്ള കൂട്ടുകെട്ടിൽ പോകരുത്. പക്ഷെ ആയുസ് ദീർഘായുസ. ബുദ്ധി മോൻ ആർക്കും പറഞ്ഞു കൊടുക്കാൻ മിടുക്കനാ. ഇവന് ബുദ്ധിയില്ല. സ്വന്തം ബുദ്ധിക്ക് മോൻ മണ്ടനാ. അത് സത്യം. നീ കല്യാണം കഴിക്കും. ഇഷ്ടമുള്ള പെൺകുട്ടി, ആഗ്രഹിക്കുന്ന പെൺകുട്ടി. അത് കേട്ടാ. 3 കാര്യം ഇപ്പോൾ നീ നേടാൻ പോവുകയാണ്. ആ നേട്ടം എന്തൊക്കെയാ നമ്മ പറഞ്ഞു തരാം. മനസ്സോട് മോന്റെ കൈകൊണ്ട് ഒരു ചെറിയ സംഖ്യ വെച്ചേ. സൂക്ഷിച്ചോ. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? മോന്റെ മുഖലക്ഷത്തിൽ ഇതൊക്കെ പറഞ്ഞാലും സഹായില്ല. സത്യം. സഹായിക്കണം. എന്റെ പണമേ, എന്റെ ധനമേ എന്നൊരു വിപ്ലവമൊന്നുമില്ല. കയ്യിലുണ്ടെങ്കിൽ മോൻ ആർക്ക് കൊടുക്കും സഹായിക്കും. അമ്മയുടെ പേരെന്നാ? കൂർത്ത മുഖമാണ്, നിർബന്ധ ബുദ്ധിയാണ്. അങ്ങനെ ഞാനൊരു കാര്യം മോൻ ആഗ്രഹിക്കത്തില്ല. ആഗ്രഹിച്ചാൽ ആ കാര്യം മോൻ നേടിയെടുക്കും. മോന്റെ കൈയൊന്ന് കാണട്ടെ അമ്മ. കൈകൊണ്ട് മോൻ ആരെയും അടിക്കരുത് കേട്ടോ. ഞാൻ ഇതുവരെ ആരും തല്ലിയിട്ടില്ല. നടക്കുന്നവന്നല്ല പറഞ്ഞാൽ അർത്ഥം. ഈ കൈയോട് ചെയ്താലും നീ മനസ്സരിഞ്ഞ് പറഞ്ഞാലും അടുത്തവർക്കത് ഭരിക്കും. അടുത്തവർ ചെയ്യുന്ന ദോഷങ്ങൾ മോൻ ഇങ്ങോട്ട് ഭരിക്കത്തില്ല. എല്ലാം പറഞ്ഞ അമ്മയ്ക്ക് 100 തരുമോ? കൂടുതൽ നമുക്ക് ആദ്യം പോയി ഭക്ഷണം കഴിക്കാം. അമ്മ കഴിച്ചോ? അമ്മ ഭക്ഷണം കഴിച്ചോ? എന്നാ കഴിക്കുമ്പോ. അമ്മയുടെ പേരെന്നാ? എന്റെ പേരോ? ശങ്കരി അമ്മ. വാ, എവിടെന്നാ കഴിക്കണ്ടേ? മറൈൻ ഡ്രൈവിൽ എത്തിയപ്പോഴത്തേ ഞാൻ ഒരു അമ്മയെ കണ്ടു, ശങ്കരി അമ്മ. ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോവാ. ഹായ് പറ. അല്ല, അമ്മയുടെ വീട് എവിടെയാ? ചോറ്റാനിക്കര. അതിലെ ഞങ്ങൾ വന്നത്. അവിടെ ഒരു കടയിൽ നിന്ന് ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ഇതൊരു വീഡിയോ ഞാനൊരു വ്ളോഗർ. യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരും കാണും. അമ്മയുടെ അടുത്ത് വന്നിട്ട് കൈ നോക്കിക്കോളൂ. ഇപ്പോൾ ഞാൻ പൊക്കോട്ടെ. ടാറ്റാ.
ഹാപ്പി അല്ലേ? രക്ഷപ്പെടും മോൻ. ടാറ്റ ടാറ്റ. അങ്ങനെ അത് കഴിഞ്ഞു. യെസ്, ഫുഡും കഴിച്ചു. നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വരുമ്പോൾ പുതിയ പുതിയ ആൾക്കാരെ കാണത്തില്ലേ? അപ്പോൾ ഇതുപോലെ പോയി സംസാരിക്കുക, നല്ല രസമായിരിക്കും. നല്ല ഞാൻ ഇവിടെ വരുമ്പം മിക്കവാറും ഓരോ ബഹേഷ് ഖാനെ ഒക്കെ കണ്ടതും ഇവിടെ വെച്ചാണ്. ഇപ്പം വഴിയിലൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ പോയി സംസാരിക്കുക, അപ്പോൾ രസമായിരിക്കും. പുതിയ ആൾക്കാരെ പരിചയപ്പെടുകയും ചെയ്യും. അവരോട് പോയി ഫുഡ് കഴിക്കാം, നല്ല രസമല്ലേ? അതെ, അതാണ്. I don't really know what comes next. I'm just doing my best, even though I'm ജെന്യൂൻ ആയിട്ട് കണ്ണടയ്ക്കാം. നിന്നെ റിയൽ മറൈൻ ഡ്രൈവ് കണ്ണടയ്ക്ക് കൈകൊണ്ട് ഞാൻ പറയുമ്പോൾ കണ്ണ് തുറന്ന് നോക്കിക്കോണം. ഓക്കെ, അങ്ങോട്ട് കടലിനെ ഫേസ് ചെയ്യണം. കടലല്ലോ കായല്. ഓക്കെ, ഇവിടെ നിന്നോണേ. ഞാൻ റെഡി പോയാലില്ല. ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് പറയുമ്പോഴേ എടുക്കാവുള്ളൂ കേട്ടോ. അവനവിടെ നിൽക്കട്ടെ, നമുക്ക് പോവാം. ഇവൻ ഇങ്ങനെ ഒരു മണ്ടനായി പോയല്ലോ. മണ്ടനവിടെ പോയി നിൽക്കട്ടെ. നേരമായി ഇതിന്റെ വീഡിയോ ഒക്കെ കുറെ പേര് എടുക്കുന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? കണ്ടു ഞാനാലോചിക്കും കുട്ടി കിടക്കും. എനിക്ക് പണി സത്യം പറഞ്ഞാൽ കൊച്ചി എന്ന് പറഞ്ഞാല് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരിടയ്ക്ക് ഭയങ്കര നെഗറ്റീവ് അടിച്ചു. കാരണം അത് പറയണോ വേണ്ടയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറയും, എനിക്ക് ബിടെക്, ഞാൻ പഠിച്ചത് ബിടെക് ആയിരുന്നു. അപ്പം ബിടെക് പഠിച്ചു കഴിഞ്ഞിട്ട് സമയത്താണ് എനിക്ക് വീഡിയോ എഡിറ്റിങ്, സ്റ്റോറി ടെല്ലിങ്, എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം പക്ഷെ കുറച്ച് ഒരു പ്രൊഫഷണലിസം വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു. കാരണം എനിക്ക് അത്ര പാഷൻ ഉണ്ടായിരുന്നു. ആ പാഷൻ കാരണം ഞാൻ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു. 1.5 ലക്ഷത്തിനടുത്ത് ഫീസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അച്ഛൻ്റെ നിന്ന് പൈസ മേടിച്ചിട്ട് ആ കോഴ്സിന് ജോയിൻ ചെയ്തു. 1 വർഷം കഴിഞ്ഞപ്പം ടോട്ടൽ ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. കാരണം നമ്മളിപ്പം ബിടെക് പഠിച്ചത് ഓക്കെ, അതൊരു വേറെ സൈഡ്. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് കാണത്തില്ലേ, അതിന് പോയി ചേർന്നാണ്. പക്ഷെ ഭയങ്കര ഒരു നെഗറ്റീവ് ഫീൽ ആയിരുന്നു. കാരണം എൻ്റെ 1 വർഷത്തെ സമയം പോയി, കുറെ ഫീസും പോയി. ഇത് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇതിപ്പം അന്ന് എനിക്ക് ഫീസ് വന്നത് അച്ഛനാണ്. കോഴ്സ് കഴിഞ്ഞിട്ട് നീ എന്താ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഒന്നും പഠിച്ചില്ല അച്ഛ എന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നു. അല്ലേ, മറൈൻ ഡ്രൈവ് ഉണ്ടല്ലേ? പോരാ, നീ ഇപ്പം എങ്ങോട്ടാ പോകണ്ടേ? ഫോട്ടോ വെച്ച് പോയാലോ? ഫോട്ടോ വെച്ച് എങ്ങനെ പോകും? ബോട്ടിൽ പോവാം. ബോട്ടല്ലേ പോവാണ്. എന്നാ പോയേക്കാം. നമ്മളങ്ങനെ ഫോർട്ട് കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് എന്താ കാണാനുള്ളതെന്ന് വെച്ചാൽ ബീച്ചൊക്കെയാണ്. മെൽവിൻ ആദ്യമായിട്ടാണ് ബീച്ചും കാണുന്നത്. ആദ്യമായിട്ടൊന്നുമല്ല. ബാ, ബീച്ചൊക്കെ ബീച്ച് കാണിച്ചിട്ടുണ്ടോ? നമ്മളിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇവിടെ വരുന്നവരെല്ലാം കപ്പിൾസാ. എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. പെണ്ണുള്ളവരിങ്ങനെ പോകും, അല്ലാത്തൊരു നമ്മളെ പോലെ ഇങ്ങനെ മൂഞ്ചിയിരിക്കും. അതെ, എനിക്കും പെണ്ണില്ല, കുട്ടിക്കും പെണ്ണില്ല. അഞ്ചനയാ. ഞാൻ ആ എൻഡ് കണ്ടില്ലേ? ആ എൻഡ് അവിടെ ചാടിച്ചാകാൻ പോവാം. എനിക്ക് അവിടെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ കൈ വിടർത്തി നിൽക്കാം. എനിക്കൊരു ഫോട്ടോ എടുക്കാം. ഷാറുഖ് ഖാൻ സ്റ്റൈൽ കളിക്കാൻ പോവാണ്. പാട്ടെനിക്കറിയത്തില്ല. ബീജിയം വിട്ടു കൊടുക്കണം. എന്നെ കൊണ്ട് കൊടുത്തില്ല ആ ചേട്ടൻ തരുന്നു. പുള്ളി എന്നെ ഇങ്ങനെ ഒരു നോട്ടം നോക്കി. നല്ല കിടുക്കം. ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്, എൻ്റെ കുറച്ച് വട്ടുതരവും ഒക്കെ ആയിരുന്നു. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. കാരണം എനിക്ക് വ്ളോഗേ അറിയത്തില്ല. വ്ളോഗിനകത്ത് എന്തൊക്കെയോ പറയണമെന്നാണ് ഞാൻ ചാറ്റ് GPT നോക്കി കണ്ടത്. ഹാപ്പി അല്ലേ മോൻ? ഹാപ്പി അല്ലേ? അതെ, മോൻ ഹാപ്പി അല്ലേ? എല്ലാം ഹാപ്പിയാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ